ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദം ലേവ്യ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 55 വരെയുള്ള വിശുദ്ധ വചനങ്ങൾ കേൾക്കാം. യഹോവ സീനായ പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശം യഹോവയ്ക്ക് ശബത്ത് ആചരിക്കണം. 6 സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം. ഔവണ്ണം 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിച്ച് അനുഭവം എടുക്കണം. 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബത്തായ യഹോവയുടെ ശബത്ത് ആചരിക്കണം. നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിക്കുകയും ചെയ്യരുത്. നിന്റെ കൊയ്ത്തിന്റെ പടുവിളവ് കൊയ്യുകയും വള്ളിത്തല മുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം പറിക്കുകയും അരുത്. അത് ദേശത്തിന് ശബത്താണ് ആകും. ദേശത്തിന്റെ ശബത്തിൽ താനെ വിളയുന്നത് നിങ്ങളുടെ ആഹാരമായിരിക്കുകയാണ്. നിനക്ക് നിന്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും നിന്നോടുകൂടെ പാർക്കുന്ന പരദേശിക്കും അത് കന്നുകാലികൾക്കും കാട്ടുമൃഗത്തിനും അതിന്റെ അനുഭവം ഉണ്ടാക്കുകയും ആഹാരമായിരിക്കണം. പിന്നെ 7 ശബത്താണ്ടായ 7 സംവത്സരം എണ്ണയണം. അങ്ങനെ 7 ശബത്താണ്ടായ 49 സംവത്സരം കഴിയണം. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാബലികാഹളം ധരിപ്പിക്കണം. പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്തെല്ലായിടവും കാഹളം ധനിപ്പിക്കണം. 50-ാം സംവത്സരത്തെ ശുചീകരിച്ച് ദേശത്താളവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോവേൽ സംവത്സരമായിരിക്കണം. നിങ്ങൾ താന്താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തൻ താന്താന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. 50-ാം സംവത്സരം നിങ്ങൾക്ക് യോവേൽ സംവത്സരമായിരിക്കണം. അതിൽ നിങ്ങൾ വിതയ്ക്കുകയോ പടുവിളവ് കൊയ്യുകയോ വള്ളിത്തല മുറിക്കാത്ത മുന്തിരിവള്ളിയുടെ പഴം പറിക്കുകയോ ചെയ്യരുത്. അത് യോവേൽ സംവത്സരമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. ആ ആണ്ടത്തെ അനുഭവം നിങ്ങൾ വയലിൽ നിന്നെടുത്ത് തിന്നണം. ഇങ്ങനെയുള്ള യോവേൽ സംവത്സരത്തിൽ നിങ്ങൾ താന്താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. കൂട്ടുകാരന് എന്തെങ്കിലും വിൽക്കുകയോ കൂട്ടുകാരനോട് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. യോവേൽ സംവത്സരത്തിന്റെ പിൻപുള്ള സംവത്സരങ്ങളുടെ സംഖ്യയ്ക്കൊത്തവണ്ണം നിങ്ങൾ കൂട്ടുകാരനോട് വാങ്ങുക. അനുഭവമുള്ള സംവത്സരങ്ങളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം അവൻ നിനക്ക് വിൽക്കണം. സംവത്സരങ്ങൾ ഏറിയിരുന്നാൽ വില ഉയർത്തേണം. സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തേണം. അനുഭവത്തിന്റെ കാലസംഖ്യയ്ക്കൊത്തവണ്ണം അവൻ നിനക്ക് വിൽക്കുന്നു. ആകയാൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായി യഹോവയാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൽപ്പനകളെ അനുസരിച്ച് എന്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം. എന്നാൽ നിങ്ങൾ ദേശത്തെ നിർഭയം വസിക്കുന്നു. ഭൂമി അതിന്റെ ഫലം തരും. നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും. എന്നാൽ 7-ാം സംവത്സരത്തിൽ ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? ഞങ്ങൾ വിതയ്ക്കുകയും ഞങ്ങളുടെ അനുഭവം എടുക്കുകയും ചെയ്യരുത് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, ഞാൻ 6-ാം സംവത്സരത്തിൽ നിങ്ങൾക്ക് എന്റെ അനുഗ്രഹം അരുളുകയും അത് 3 സംവത്സരത്തേക്കുള്ള അനുഭവം തരികയും ചെയ്യുന്നു. 8-ാം സംവത്സരത്തിൽ നിങ്ങൾ വിതയ്ക്കുകയും 9-ാം സംവത്സരങ്ങളെ പഴയ അനുഭവം കൊണ്ട് ഉപജീവിക്കുകയും വേണം. അതിന്റെ അനുഭവം വരും വരെ പഴയതുകൊണ്ട് ഉപജീവിച്ചുകൊള്ളണം. നിലജന്മം വിൽക്കരുത്. നിലം ജന്മം ദേശത്തിലേക്കുള്ളത് ആകുന്നു. നിങ്ങൾ എന്റെ അടുക്കൽ പരദേശികളും വന്ന് പാർക്കുന്നവരും അത്രേ. നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെയും നിലത്തിന് വീണ്ടെടുപ്പ് സമ്മതിക്കണം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം. എന്നാൽ വീണ്ടുകൊള്ളുവാൻ അവനാരും ഇല്ലാതിരിക്കുകയും താൻ തന്നെ വകയുള്ളവനായി വീണ്ടുകൊള്ളുവാൻ പ്രാപ്തനാകുകയും ചെയ്താൽ അവനത് വിറ്റ ശേഷമുള്ള സംവത്സരം കണക്കുകൂട്ടി മിച്ചമുള്ളത് അത് വാങ്ങിയിരുന്നു. ആൾക്ക് മടക്കി കൊടുത്ത് തന്റെ
അവകാശത്തിലേക്ക് മടങ്ങി വരേണം. എന്നാൽ മടങ്ങിക്കൊടുപ്പാൻ അവന് പ്രാപ്തിയില്ല എങ്കിൽ വിറ്റുപോയത് യോബേൽ സംവത്സരം വരെ വാങ്ങിയവന്റെ കയ്യിൽ ഇരിക്കണം. യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കുകയും അവൻ തന്റെ അവകാശത്തിലേക്ക് മടങ്ങി വീഴുകയും വേണം. ഒരുത്തൻ മതിലുള്ള പട്ടണത്തിൽ ഒരു വീട് വിറ്റാൽ വിറ്റ ശേഷം ഒരു സംവത്സരത്തിനകം അവനത് വീണ്ടും കൊള്ളുവാൻ ഒരു സംവത്സരത്തെ അവധിയുണ്ട്. ഒരു സംവത്സരം മുഴുവനും തികയുവോളം വീണ്ടും കൊണ്ടില്ലെങ്കിൽ മതിലുള്ള പട്ടണത്തിലെ വീട് വാങ്ങിയവന് തലമുറയായി എന്നും സ്ഥിരമായിരിക്കണം. യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ട. മതിലില്ലാത്ത ഗ്രാമങ്ങളിലെ വീടുകളിലോ ദേശത്തിന്റെ നിലത്തിന് സമമായി വിചാരിക്കണം. അവയ്ക്ക് വീണ്ടെടുപ്പ് ഉണ്ട്. യോബേൽ സംവത്സരത്തിൽ അവയെ ഒഴിഞ്ഞു കൊടുക്കണം. എന്നാൽ ലേവ്യരുടെ പട്ടണങ്ങളും അവരുടെ അവകാശമായ പട്ടണങ്ങളിലെ വീടുകളിലും ലേവ്യർക്ക് എപ്പോഴെങ്കിലും വീണ്ടും കൊള്ളാം. ലേവ്യൻ വീണ്ടും കൊള്ളുന്നുവെങ്കിൽ വിറ്റുപോയ വീടും അവന്റെ അവകാശമായ പട്ടണവും യോബേൽ സംവത്സരത്തിൽ ഒഴിഞ്ഞു കൊടുക്കണം. ലേവ്യരുടെ പട്ടണത്തിലെ വീടുകൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്കുള്ള അവകാശമല്ലോ. എന്നാൽ അവരുടെ പട്ടണങ്ങളോട് ചേർന്നിരിക്കുന്ന പുൽപ്പുറമായ ഭൂമി വിൽക്കരുത്. അത് അവർക്ക് ശാശ്വത അവകാശമാകുന്നു. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് നിന്റെ അടുക്കൽ ക്ഷയിച്ചു പോയാൽ നീ അവനെ താങ്ങേണം. അന്യനും പരദേശിയും എന്ന പോലെ അവൻ നിന്റെ അടുക്കൽ പാർക്കണം. അവനോട് പലിശയും ലാഭവും വാങ്ങരുത്. നിന്റെ ദേശത്ത് നിന്റെ സഹോദരൻ നിന്റെ അടുക്കൽ പാർക്കണം. നിന്റെ പണം പലിശയ്ക്ക് കൊടുക്കരുത്. നിന്റെ ആഹാരം അവന് ലാഭത്തിനായി കൊടുക്കുകയും വരുത്. ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരുവാനും നിങ്ങളുടെ ദൈവമായിരിക്കാനും നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്നെത്താൻ നിനക്ക് വിറ്റാൽ അവനെ കൊണ്ട് അടിമവേല ചെയ്യരുത്. കൂലിക്കാരൻ എന്ന പോലെ വന്ന് പാർക്കുന്നവൻ എന്ന പോലെയും അവൻ നിന്റെ അടുക്കൽ ഇടും. യോബേൽ സംവത്സരം വരെ നിന്നെ സേവിക്കണം. പിന്നെ അവൻ തന്റെ മക്കളുമായി നിന്നെ തന്നെ കുടുംബത്തിലേക്ക് വാങ്ങി മടങ്ങിപ്പോകണം. തന്റെ പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് അവൻ മടങ്ങിപ്പോകണം. അവൻ മിസ്രയീം ദേശത്ത് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസന്മാർ ആക്കുന്നുണ്ട്. അവരെ അടിമകളായി വിൽക്കരുത്. അവനോട് കാഠിന്യം പ്രവർത്തിക്കരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടണം. നിന്റെ അടിയാരും അടിയാട്ടികളും നിങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് ആയിരിക്കണം. നിങ്ങൾ നിന്റെ അടിയന്മാരെയും അടിയാട്ടികളെയും കൊള്ളണം. ഔവണ്ണം നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്ന അന്യജാതിക്കാരുടെ മക്കളിൽ നിന്ന് അവർ നിങ്ങളുടെ ദേശത്ത് ജനിപ്പിക്കുകയും നിങ്ങളോടുകൂടെ ഇരിക്കുന്നതുമായ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് നിങ്ങൾ വാങ്ങണം. അവർ നിങ്ങൾക്ക് അവകാശമായിരിക്കണം. നിങ്ങളുടെ ശേഷം നിങ്ങളുടെ മക്കൾക്കും അവകാശമായിരിക്കേണ്ടതിന് നിങ്ങളവരെ അവകാശമാക്കിക്കൊള്ളണം. അവർ വന്ന് നിങ്ങൾ കടിമകളായിരിക്കണം. ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരോട് നിങ്ങൾ കാഠിന്യം പ്രവർത്തിക്കരുത്. നിന്നോട് കൂടെയുള്ള പരദേശിയും അന്യനോ സമ്പന്നനാകുകയോ അവന്റെ അടുക്കലുള്ള നിങ്ങളുടെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്നെത്താൻ അന്യനോ പരദേശിക്കോ അന്യന്റെ സന്തതിക്കോ വിൽക്കുകയോ ചെയ്താൽ അവൻ തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം. അവന്റെ സഹോദരന്മാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം. അവന് പിതൃവ്യനോ പുത്രനോ അവന്റെ വീണ്ടെടുക്കാം. അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചർച്ചക്കാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം. അവന് പ്രാപ്തിയുണ്ടെങ്കിൽ തന്നെത്താൻ വീണ്ടെടുക്കാം. അവൻ തന്നെ വീണ്ടും സംവത്സരം മുതൽ യോബേൽ സംവത്സരം വരെയുള്ള തനിക്ക് വാങ്ങിയവനുമായി കുളിപ്പിക്കണം. അവന്റെ വില സംവത്സര സംഖ്യയ്ക്ക് ഒത്തവണ്ണം ആയിരിക്കണം. അവൻ ഒരു കൂലിക്കാരന്റെ കാലത്ത് ഒത്തവണ്ണം അവന്റെ അടുക്കൽ പാർക്കണം. സംവത്സരം ഏറെ ഉണ്ടെങ്കിൽ അതിന് സത്വണ്ണം അവൻ തന്റെ വീണ്ടെടുപ്പ് വില തനിക്ക് കിട്ടിയ പണത്തിൽ നിന്ന് മടക്കി കൊടുക്കുകയാണ്. യോബേൽ സംവത്സരം വരെ ശേഷിക്കുന്ന സംവത്സരം കുറെ മാത്രം എങ്കിൽ അവനുമായി കണക്കുമുട്ടി സംവത്സരങ്ങൾക്കൊത്തവണ്ണം തന്റെ വീണ്ടെടുപ്പ് വില മടക്കി കൊടുക്കുകയാണ്. അവൻ ആണ്ടോണ്ടാണ്ട് പുരുഷക്കാരൻ കൂലിക്കാരൻ എന്ന പോലെ അവന്റെ
അടുക്കൽ ഇരിക്കണം. നീ കാണുക, അവനോട് കാഠിന്യം പ്രവർത്തിക്കരുത്. ഇങ്ങനെ അവൻ വീണ്ടെടുക്കാതെ ഇരുന്നാൽ അവനെ കൂടെ അവന്റെ മക്കളും യോവേൽ സങ്കൽസത്തിൽ പുറപ്പെട്ടു പോവുകയാണ്. ഇസ്രയേൽ മക്കൾ എനിക്ക് ദാസന്മാരാകുന്നു. അവർ ഇസ്രയേൽ ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസന്മാർ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകും. ഇവിടെ നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ വേദപുസ്തകം വായിച്ച് തീരുന്നു.